മുരിങ്ങയില താളിച്ചത് മലപ്പുറം പാലക്കാട് ഭാഗത്തേക്കൊക്കെ പ്രചാരത്തിലുള്ള ഒരു കൂട്ടാനാണിത്. നമ്മളിപ്പോൾ ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് നല്ല സദ്യയോ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേന്ന് നമുക്കൊരു സിമ്പിൾ കൂട്ടാൻ കൂട്ടി ചോറുണ്ണാൻ തോന്നുമല്ലോ, അങ്ങനെ ഒരു കറിയാണ് കേട്ടോ ഇത്. ഒരു 2 മിനിറ്റിൽ ഉണ്ടാക്കാനും പറ്റും. നമസ്തേ, ഞാൻ ധന്യ, ഇത് വെജ് കേരള. എല്ലാ പുതിയ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ആ ബെൽ ബട്ടണും ഒന്ന് അമർത്തിക്കോളൂ. എന്നാലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി ഞാൻ ഒരു പിടി മുരിങ്ങയില എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. മുരിങ്ങയില കൂടാതെ ഇതിലേക്ക് വേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആണ് കഞ്ഞിവെള്ളം. ഒരു 3 കപ്പ് എടുത്തിട്ടുണ്ട്, അതായത് 3/4 ലിറ്റർ എടുത്തിട്ടുണ്ട്. അത് അധികം തിക്കും അല്ല അധികം തിന്നും അല്ലാത്ത ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുക്കിംഗ് തുടങ്ങാം. ഞാനൊരു മൺപാത്രം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. 1 മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ നമുക്ക് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 10-15 ചെറിയുള്ളി നീളത്തിൽ കട്ട് ചെയ്തതും ഒരു 3-4 വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഓപ്ഷണലാണ് കേട്ടോ, അതില്ലെങ്കിലും ഈ കറിക്ക് നല്ല ടേസ്റ്റാണ്. ഇത് രണ്ടും ചേർത്തിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. ഉള്ളിയും വെളുത്തുള്ളി അങ്ങനെ ബ്രൗൺ ആയിട്ട് എടുക്കൊന്നും വേണ്ട, നന്നായിട്ടൊന്ന് സോഫ്റ്റായി ഒരു ചെറുതായിട്ട് കാരമലൈസ് ആയിട്ട് വന്നാൽ മതി. അതുവരെ സോട്ടേ ചെയ്യാം. അതിനുശേഷം ഒരു ടേസ്റ്റിന് വേണ്ടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 തണ്ട് കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 3 വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ഞാനത് ചെറുതായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇത്രയും ഒരുപാടുള്ളത് പോലെ തോന്നുന്നത് കേട്ടോ. ചെറുതായിട്ട് കട്ട് ചെയ്തത് എരിവ് പെട്ടെന്ന് കറിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് നന്നായിട്ട് ഒരു 10 സെക്കൻഡ് വഴറ്റിയ ശേഷം നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് ചേർക്കുന്നത്. പിന്നെ നമ്മൾ എടുത്തു വെച്ച കഞ്ഞിവെള്ളം അതും കൂടി ചേർത്ത് കൊടുക്കാം. കഞ്ഞിവെള്ളം ചേർക്കുമ്പോൾ ഒന്ന് ഇളക്കിയിട്ട് ചേർത്തോളൂ കേട്ടോ. കഞ്ഞിവെള്ളം ചേർത്ത് ഒന്ന് ചെറുതായി ഇളക്കി കൊടുത്ത ശേഷം അതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇതാ ഇപ്പോൾ കഞ്ഞിവെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ചേമ്പിലയുടെ മുകളിലുള്ളതുപോലെ മുരിങ്ങയിലയുടെ മുകളിലും ഒരു വാക്സി കോട്ടിംഗ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തില്ലെങ്കിൽ മുരിങ്ങയില മേലെ തന്നെ പൊങ്ങിക്കിടക്കും. മുരിങ്ങയില ചേർത്ത് ഒരു 1 മിനിറ്റ് മുതൽ 1.5 മിനിറ്റ് വരെ മാത്രം തിളപ്പിച്ചാൽ മതി. അതിനിടയ്ക്ക് ഇല വെന്ത് കിട്ടും. അധികം വെന്ത് പോയാൽ മുരിങ്ങയില കയ്പ്പ് രസമായിരിക്കും ഉണ്ടാവുക, അത് കറീനെ ബാധിക്കും. അതുകൊണ്ട് ഒരു 1.5 മിനിറ്റ് വരെ മാത്രം ഒന്ന് വേവിച്ചാൽ മതി. ഇതാ ഇത്രയേ ഉള്ളൂ, കറി റെഡിയായി. നമുക്ക് അടുപ്പത്തൊന്ന് മാറ്റി വയ്ക്കാം. ഇതപ്പം വളരെ ഈസി ആയിട്ട് നമ്മൾ ഈ കറി ഉണ്ടാക്കിയെടുത്തില്ലേ, ഒരു 3 മിനിറ്റോളം തന്നെ മതി ആകെ കൂടെ ഈ കറി ഉണ്ടാക്കി എടുക്കാൻ. നല്ല ടേസ്റ്റുമാണ്. ഇപ്പം ഈ വിഷുവൊക്കെ വരല്ലേ, അതിനുശേഷം സദ്യയൊക്കെ കഴിച്ച് അതിനുശേഷം ഒരു ചെറിയ കറി കൂട്ടി കഴിക്കണം എന്നുണ്ടെങ്കിൽ ഈ കറി ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.